അങ്ങനെ പാർലറിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ത്രെഡ് ചെയ്യാമെന്ന്. അപ്പോൾ ത്രെഡ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് നൂലല്ല, ബ്ലേഡിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ ത്രെഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ബ്ലേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അത് സൂക്ഷിച്ചാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പണി എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ത്രെഡ് ചെയ്യുന്നത് ഞാൻ ബ്ലേഡിട്ടായിരുന്നു. കാരണം എന്നും പാർലറിൽ പോകുന്നതിനെക്കാട്ടി മാസത്തിൽ എന്തായാലും ഒരു ദിവസം പോവേണ്ടി വരില്ലേ, അത് ഒഴിവാക്കാനാണ് ഞാൻ സ്വന്തമായിട്ട് ത്രെഡ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടാണ് ഐബ്രോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മളൊരു ഷേപ്പ് വരച്ചിട്ട് വേണം ഐബ്രോസ് എടുക്കാൻ. ഐബ്രോസിൽ ഒരു പെൻസിലോ എന്തെങ്കിലും പേനയോ ഇട്ട് വരച്ചിട്ട് വേണം നമ്മളത് ഐബ്രോസ് എടുക്കാൻ. അതാകുമ്പോൾ ഷേപ്പ് നമുക്ക് തെറ്റാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു മനസ്സിലെനിക്കൊരു ഷേപ്പുണ്ട്, അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാനത് വരച്ചിട്ടില്ല. നമ്മൾ ബ്ലേഡിൻ്റെ എൻഡ് വശം കൊണ്ടായിരിക്കണം നമ്മൾ ഐബ്രോസ് ഷേപ്പ് വരുത്താൻ. അത് ഫുള്ളായിട്ട് ബ്ലേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ എൻഡിൻ്റെ വശം വെച്ച് മാത്രം വേണം ഓരോരോ രോമങ്ങൾ അതിനെ റിമൂവ് ചെയ്യാൻ. അപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, പക്ഷേ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാവൂ, നല്ലതുപോലെ അമർത്തരുത്, എങ്കിൽ അവിടെ സ്ക്രാച്ചൊക്കെ വീഴും. അപ്പോൾ സൂക്ഷിച്ച് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ നല്ല എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ അത് അത്രയും നല്ല കെയർ ആയിട്ട് വേണം നമ്മൾ ഐബ്രോസ് എടുക്കാൻ. ഐബ്രോസ് എടുക്കുമ്പോഴത്തേക്കും നമ്മളെ കണ്ണിലോ കൺപീലിയിലോ തട്ടാതെ വേണം നമ്മൾ ഐബ്രോസ് സൂക്ഷിച്ചെടുക്കാൻ. അപ്പോൾ കൊച്ചു കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. പിന്നെ നമ്മളെ പോലെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 2 ഐബ്രോസ് നല്ല ഷേപ്പൊക്കെ വരുത്തിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുഞ്ഞ് എക്സ്ട്രാ ഉള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നല്ല ലൈൻ പോലെ നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ പാർലറിൽ പോയി തന്നെ ത്രെഡ് ചെയ്ത രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ രോമെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം ഇട്ടങ്ങ് മസാജ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നീറ്റിലൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.